ഹലോ എൻ്റെ എല്ലാവർക്കും സീറോ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു വയർലെസ് ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ പ്രൊജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു മോട്ടോറിനെ കൺട്രോൾ ചെയ്യിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതുവഴി നമുക്ക് RC കൺട്രോൾഡ് കാറുകളോ അല്ലെങ്കിൽ അതേപോലുള്ള അപ്ലിക്കേഷന് വേണ്ടിയിട്ടോ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിന് നമുക്ക് ഉപയോഗിക്കാം. സോ അതിന് ബേസിക്കായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു ഗിയർ മോട്ടറാണ്. കണ്ടില്ലേ, ഈ രണ്ട് ഗിയർ മോട്ടറിന് ശ്രദ്ധിക്കുക നിങ്ങൾ. ഇതിൻ്റെ വയറിങ് കറക്റ്റായിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ പോസിറ്റീവായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഫോർവേഡ് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ നമുക്ക് കൺട്രോൾ ചെയ്യിക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് നിർമ്മിച്ചെടുത്തുള്ളത്. സോ കറക്റ്റായിട്ട് ഇതേപോലെ ആയിരിക്കണം നമ്മൾ സോൾഡറിങ് ചെയ്യേണ്ടത്, ഈ ഒരു മോട്ടോറിൻ്റെ മേലെ സോൾഡറിങ് ചെയ്യേണ്ടത്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവറാണ്. ഇത് 433 മെഗാഹെർട്സിൻ്റെ ഒരു ട്രാൻസ്മിറ്ററാണ്. നിങ്ങൾക്ക് ഏതൊരു ഫ്രീക്വൻസി നമുക്ക് ഉപയോഗിക്കാം. ഈ പച്ച കളറിലെ ഒരു ഇത് കണ്ടില്ലേ, അതിൻ്റെ റേഞ്ച് കുറവാണ്. പക്ഷേ ഈ ഒരു റെഡ് കളറിലുള്ള റേഞ്ച് കൂടുതലാണ്. സോ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു റെഡ് കളറാണ്. അടുത്തായി നമുക്ക് വേണ്ടത് ഈ ഒരു 47 മൈക്രോഫാരഡ് 100 വോൾട്ടിൻ്റെ കപ്പാസിറ്ററാണ്. ഇത് നമ്മൾ മോട്ടോർ വർക്ക് ചെയ്യുന്ന സമയത്ത് റിപ്പിൾസ് കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് പവർ സപ്ലൈ ആട്ടോ. ഞാൻ എടുക്കുന്നത് 9 വോൾട്ടും 4 വോൾട്ടും പവർ സപ്ലൈ ആണ്. 9 വോൾട്ട് റിസീവറിക്കും 4 വോൾട്ട് ട്രാൻസ്മിറ്ററിക്കുമാണ്. സോ ഇതേപോലെ ആയിരിക്കണം കണക്ഷൻസ് കൊടുക്കേണ്ടത്. ഈ ഒരു IC എന്ന് പറയുന്നത് ATmega328 എന്ന് പറയുന്ന IC ആണ്. ആർഡിനോ വഴിയാണ് ഇത് പ്രോഗ്രാം ചെയ്യുന്നത്. സോ എങ്ങനെ ആർഡിനോ വഴി ഈ ATmega328 പ്രോഗ്രാം ചെയ്യാന്നുള്ളത് നമ്മുടെ വീഡിയോയിൽ തന്നെ ഉണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ മൊത്തം 4 സ്വിച്ചുകളാണുള്ളത്. ഈ 4 സ്വിച്ചുകളിൽ നിന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് സ്വിച്ച് കണക്ട് ചെയ്തിരിക്കുന്നത് 12 and 14 ആണ്. സെക്കൻഡ് സ്വിച്ച് 15 and 17. തേർഡ് സ്വിച്ച് 23 and 25. ഫോർത്ത് സ്വിച്ച് 26 and 28. സോ ഇതാണ് കണക്ഷൻ. നിങ്ങൾക്ക് കാണാം 20th പിന്നാണ് പോസിറ്റീവ്, ICയുടെ 20th പിന്നാണ് പോസിറ്റീവ്, ആൻഡ് നെഗറ്റീവ് 8th പിന്നാണ്. ഇതിൽ 4th പിന്ന് ഗ്രൗണ്ടഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. അതേപോലെ കണ്ടില്ല, 4th പിന്ന് നമ്മൾ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു. അതേപോലെ 6th പിന്ന് നമ്മൾ ബൈപ്പാസ് ചെയ്തിട്ട് 20th പിന്നിലേക്ക് കൊടുത്തിരിക്കുന്നു. ഇനി ഇതേപോലെ ആയിരിക്കണം നമ്മൾ ഈ ഒരു ട്രാൻസ്മിറ്റർ മോഡ്യൂൾ വെക്കേണ്ടത്. സോ ഇത്രയുള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള ഡയറക്റ്റ് കണക്ഷൻ. ഇനി നമുക്ക് ഇതിലേക്ക് പവർ സപ്ലൈ കൊടുക്കാം. പവർ സപ്ലൈയുടെ നെഗറ്റീവ് ഭാഗം താഴെയുള്ള ഗ്രൗണ്ട് റെയിലും പോസിറ്റീവ് മേലുള്ള പോസിറ്റീവ് റെയിലും കണക്ട് ചെയ്യണം. സോ അങ്ങനെ നമ്മുടെ ട്രാൻസ്മിറ്റർ സർക്യൂട്ട് റെഡിയായി. ഇനിയിപ്പോൾ ഓരോ ബട്ടൺ അമർത്തുമ്പോഴും ഓരോ സിഗ്നൽ ഈ ഒരു ട്രാൻസ്മിറ്റർ സർക്യൂട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു. ഇനി നമുക്ക് റിസീവർ സർക്യൂട്ട് പരിചയപ്പെടാം. സോ വളരെ സിമ്പിളായി നിർമ്മിച്ച ഒരു റിസീവർ സർക്യൂട്ടാണിത്. സോ ഇതിൽ ഒരു ബേസിക് റിസീവർ മോഡ്യൂൾ ഉണ്ട്. ഈ റിസീവർ മോഡ്യൂൾ നിങ്ങൾക്ക് കാണാം. അതേപോലെ പ്രോസസ്സിംഗ് മോഡ്യൂൾ, അതേപോലെ ഡ്രൈവർ സർക്യൂട്ട്, 3 സർക്യൂട്ടുകൾ ചേർന്നാണ് ഈ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് കാണാം ഈ ഒരു സെൻസർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്, ഈ ഒരു റിസീവർ മോഡ്യൂൾ കണക്ട് ചെയ്തിരിക്കുന്നത് 2, 3, 4, 5 എന്ന് പറയുന്ന ഈ ഒരു IC-യാണ്. ഈ IC ATmega328 എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ സെയിം IC തന്നെയാണ് നമ്മൾ ആർഡിനോ വഴി പ്രോഗ്രാം ചെയ്യുന്നത്. സോ ആർഡിനോയുടെ 8th പിന്ന് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു. അതേപോലെ 20th പിന്ന് പോസിറ്റീവ്, 20th പിൻ പോസിറ്റീവാണ്, 8th പിൻ ഗ്രൗണ്ടാണ്. 9th and 10th പിൻ കണക്റ്റഡ് ടു ക്രിസ്റ്റൽ. ഡ്രൈവർ നമ്മൾ യൂസ് ചെയ്യുന്നത് L293D എന്ന് പറയുന്ന IC-ആണ്. ഈ IC-ക്ക് ടോട്ടൽ 16 പിൻസ് ആണുള്ളത്. 8th പിൻ ഗോസ് ടു VCC. അതേപോലെ 16th പിൻ നിങ്ങൾക്ക് കാണാം VCCയിലേക്ക് പോകുന്നു. 16th പിൻ ഗോസ് ടു VCC. ഡ്രൈവർ IC-യുടെ 12, 13, 4 and 5 പിന്നുകളെ നമ്മൾ ഗ്രൗണ്ട് ചെയ്തത് നിങ്ങൾക്ക് കാണാം. അതേപോലെ നിങ്ങൾക്ക് കാണാം 2 ലൈനുകൾ മേലെ, 2 ലൈൻസ് ഉണ്ട് മേലെ, താഴെ 2 ലൈൻസ് ഉണ്ട്. സോ ഈ 2 ലൈൻസ് കൺട്രോൾ ലൈൻസ് ആണ്. ഈ ഒരു സിഗ്നൽ വന്ന് ഈ ഒരു IC പ്രോസസ്സ് ചെയ്ത് ഈ ഡിജിറ്റൽ 10 അല്ലെങ്കിൽ 01 എന്ന് പറയുന്ന സിഗ്നൽ കൊടുക്കുന്നത് ഇവിടെ നിന്നാണ്. സോ ഈ 2 മോട്ടറിനെ കൺട്രോൾ ചെയ്യിക്കുന്നത് ഈ ഭാഗത്ത് വെച്ചിട്ടാണ് കേട്ടോ. സോ കൺട്രോൾ സെക്ഷനാണ് ഇത് കംപ്ലീറ്റ്. ഈ 4 ലൈൻ, ടോട്ടൽ 4 ലൈൻ. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് മോട്ടർ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ മോട്ടറിൻ്റെ നെഗറ്റീവ് കണക്ഷൻസ് ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. സോ നെഗറ്റീവ് നമ്മൾ കൊടുക്കുന്നത് ഡ്രൈവർ IC-യുടെ 14th പിന്നിലാണ്. ഡ്രൈവർ IC-യുടെ 14th പിന്നിലാണ് നമ്മൾ ഈ നെഗറ്റീവ് കണക്ഷൻ കൊടുക്കുന്നത് ഈ ഒരു മോട്ടറിൻ്റെ. ഈ മോട്ടോറിൻ്റെ പോസിറ്റീവ് കണക്ഷൻ നമ്മൾ കൊടുക്കുന്നത് 11th പിൻ ഓഫ് ഡ്രൈവർ IC. ഇനി നമുക്ക് രണ്ടാമത്തെ മോട്ടോർ കണക്ട് ചെയ്യാം. ഫസ്റ്റ് കണക്ഷൻ നമ്മൾ നെഗറ്റീവ് കണക്ഷനാണ് കൊടുക്കുന്നത്.
ഡ്രൈവർ എ സിയുടെ 3rd പിന്നിലേക്കാണ് കൊടുക്കുന്നത് നെഗറ്റീവ്. ആൻഡ് പോസിറ്റീവ് നമ്മൾ കൊടുക്കുന്നത് 6th പിൻ ഓഫ് ഡ്രൈവർ എ സി. സോ നമ്മുടെ കണക്ഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സർക്യൂട്ടിലേക്ക് പവർ കൊടുക്കാം. സോ പവർ കൊടുക്കുന്നതിനേക്കാൾ മുന്നേ നമുക്ക് ഈ കപ്പാസിറ്റർ കണക്ട് ചെയ്യണം. ഇതേപോലെ ആയിരിക്കണം പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്യേണ്ടത്. പോസിറ്റീവ് മേലെ ആൻഡ് നെഗറ്റീവ് ഗോസ് ടു ഗ്രൗണ്ട് ഓഫ് ദിസ് ബ്രെഡ് ബോർഡ്. സോ ഇത്രയുള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള കണക്ഷൻ. ഇനി നമുക്ക് പവർ കൊടുക്കാം. പോസിറ്റീവ് മേലത്തെ റെയിലും അതേപോലെ നെഗറ്റീവ് താഴെ ബ്രെഡ് ബോർഡിൻ്റെ താഴെയുള്ള റെയിലും ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു മോട്ടറിനെ കൺട്രോൾ ചെയ്യിക്കുന്നത് ഫ്രണ്ട് ഇത് അമർത്തിയ ഫോർവേഡ് ആവും. ഇനി അതിനെ റിവേഴ്സ് ചെയ്യിക്കണമെങ്കിൽ ഈ രണ്ടാമത്തെ ബട്ടൺ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സ് ചെയ്യാം. ഇനി മേലത്തെ ബട്ടൺ അമർത്തിയ രണ്ടാമത്തെ മോട്ടറുള്ള കൺട്രോൾ ചെയ്യിക്കാം. ജസ്റ്റ് അമർത്തിയാൽ മതി. ഇനി അതിനെ റിവേഴ്സ് ചെയ്യിക്കണമെങ്കിൽ ഈ രണ്ടാമത്തെ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം.